നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊരു മിന്നൽ വേഗത! ടി.വി. പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ നൽകിയ അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് സെൽ. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ടി.വി. പ്രശാന്തൻ ചില അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയത്. ഇത് സംബന്ധിച്ച വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണം പൂർത്തിയാക്കിയതായി അവർ പറയുന്നു. വിശദമായ റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഈ ആഴ്ച ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയെന്നായിരുന്നു പെട്രോൾ പമ്പിന്റെ അഭിഭാഷകനായിരുന്ന പ്രശാന്തന്റെ ആരോപണം. സംഭവത്തിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച കണ്ണൂരിൽ വിജിലൻസ് വിശദമായ അന്വേഷണവും നടത്തിയിരുന്നു. നേരത്തെ ടി.വി. പ്രശാന്തനുമായി അടുപ്പമുള്ള ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ പേരും വിവാദങ്ങളായി ഉയർന്നു വന്നിരുന്നു. പ്രശാന്തന്റെ ആരോപണത്തിൽ പറയുന്ന സാഹചര്യങ്ങളും ഫോൺ രേഖകളുമൊക്കെ വിജിലൻസ് പരിശോധിച്ചുവെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ് നേതാവായ ടി.ഒ. മോഹനനും വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി നിഷേധിക്കാനോ തന്റെ ഭാഗം വ്യക്തമാക്കാനോ നവീൻ ബാബു ഇന്ന് ജീവിച്ചിരിപ്പില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നവീൻ ബാബു ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രശാന്തൻ ഉയർത്തിയ ആരോപണങ്ങൾ ഇത്ര ശരവേഗത്തിൽ അന്വേഷിക്കാൻ താൽപ്പര്യം കാട്ടിയ സർക്കാർ എന്തുകൊണ്ട് പ്രശാന്തനുമായി ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മിനക്കെട്ടില്ല? ടി.വി. പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയ പരാതി പൂർണ്ണമായി വ്യാജമെന്ന് തെളിഞ്ഞിരുന്നു. എന്നിട്ടും ആ പരാതി എങ്ങനെ തയ്യാറാക്കി, ആരാണതിനു പിന്നിൽ എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പോലീസിന് ഉത്തരവ് നൽകിയില്ല ഇതേ സർക്കാർ? പകരം നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ സർക്കാർ. അതിനുവേണ്ടി ജില്ലാ കളക്ടറെ കൊണ്ട് വ്യാജമൊഴി പറയിപ്പിച്ചു. ജില്ലാ കളക്ടർ നവീൻ ബാബുവിനെതിരെ നൽകിയത് വ്യാജമൊഴിയാണ് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പലവട്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമാക്കി ഹൈക്കോടതിയിൽ ഒരു ഹർജിയും നൽകിയിട്ടുണ്ട് മഞ്ജുഷ. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ഇലക്ട്രീഷ്യനായ പ്രശാന്തന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള പണമൊന്നും കയ്യിലില്ല എന്ന് വ്യക്തമാണ്. പ്രശാന്തന് പിന്നിൽ ബിനാമികളുണ്ട് എന്ന വാർത്ത കൃത്യമായി പുറത്തു വന്നിരുന്നു. ഈ ബിനാമി ഇടപാടുകളെക്കുറിച്ച് എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കാൻ ഉത്തരവിട്ടില്ല? പ്രശാന്തന്റെ വ്യാജ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടാത്ത സർക്കാർ പ്രശാന്തന് മുന്നിൽ മുട്ടിടിച്ചു നിന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രശാന്തനുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തന്നെ നേരത്തെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു ഹർജി നൽകിയിരുന്നു. എന്നിട്ടും പ്രശാന്തനെതിരെയുള്ള ഒരുവിധ തെളിവുകൾക്കും പിന്നാലെ പോലീസ് സംഘം പാഞ്ഞില്ല. പ്രശാന്തന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനോ ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താനോ അന്വേഷണ സംഘം മിനക്കെട്ടതേയില്ല. പ്രശാന്തനും പി ദിവ്യയും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന ചോദ്യം തുടക്കം മുതൽ ശക്തമായിരുന്നു. പി ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവരാണ്. ഇരുവർക്കുമിടയിൽ പലവിധ ബിസിനസ് താൽപ്പര്യങ്ങളുമുണ്ട് എന്ന വാർത്തകളും സമൂഹത്തിൽ ശക്തമാണ്. എന്നിട്ടും ഇതുവഴിയൊന്നും അന്വേഷണം എന്തുകൊണ്ട് പോലീസ് നടത്തിയില്ല? ഒട്ടേറെ സംശയങ്ങൾക്കിടയിലാണ് പ്രശാന്തൻ നൽകിയ വിജിലൻസ് കേസ് ഇപ്പോൾ അന്വേഷിക്കാൻ തിടുക്കം കാട്ടിയ വിജിലൻസ് സംഘത്തിൻ്റെ നീക്കത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു പോലീസിന് ഹൈക്കോടതിക്ക് മുൻപിൽ. ഈ റിപ്പോർട്ട് പൂർണ്ണമല്ല എങ്കിൽ ഹൈക്കോടതി ശക്തമായി ഇടപെടും. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കളക്ടർ അരുൺ കെ വിജയനോടും പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി.വി. പ്രശാന്തനോടും ഇക്കഴിഞ്ഞ ദിവസം വിശദീകരണം തേടിയിരുന്നു കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. കേസ് 10-ാം തീയതി വീണ്ടും പരിഗണിക്കാൻ ഇരിക്കവെയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള വിജിലൻസ് നീക്കങ്ങൾ. മറുവശത്ത് ഹൈക്കോടതിക്ക് മുൻപാകെ 6-ാം തീയതി പോലീസ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. 9-ാം തീയതി മഞ്ജുഷ നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. പോലീസിനെ എടുത്തു കുടയാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നവീൻ ബാബു തന്റെ ചേംബറിലെത്തി തന്നോട് തെറ്റുപറ്റി എന്നും കളക്ടർ പറഞ്ഞ മൊഴിയും ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ കിട്ടിയ അന്വേഷണ റിപ്പോർട്ടും തന്നെയാകും അന്വേഷണ സംഘത്തിന്റെ തുറുപ്പുചീട്ട്. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ തുടക്കം മുതൽ അന്വേഷണ സംഘം സാഹസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് അറസ്റ്റിലായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ
മുഖ്യസാക്ഷിയായ കളക്ടർ TV പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് നേരത്തെ കണ്ണൂർ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്ന മഞ്ജുഷ ഇതേ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലും തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പ്രഹസനമാണെന്നും ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ ഉറപ്പിച്ചു പറയുന്നു. ഈ ഘട്ടത്തിൽ ഹൈക്കോടതി എന്തു നിലപാടെടുക്കും എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് വിചിത്രമായ ചില നീക്കങ്ങളുമായി വിജിലൻസ് എത്തിയിരിക്കുന്നത്. നേരത്തെ കണ്ണൂർ വിജിലൻസ് ഓഫീസിന് മുന്നിലുള്ള ചില CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതു വിധേനയും നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള തത്രപ്പാട്. PP ദിവ്യയെ രക്ഷിച്ചെടുക്കുക മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ ഇടപെട്ടിട്ടുള്ള ഓരോ വമ്പൻ പ്രതികളെയും രക്ഷിച്ചെടുക്കാനുള്ള വലിയ തിരക്കഥയാണ് മറുവശത്ത് തയ്യാറാക്കപ്പെടുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ. കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോടെ ഒരു കാര്യം വ്യക്തമായി. ഈ കേസിലേക്ക് പ്രശാന്തനും മറുവശത്ത് കളക്ടറുമൊക്കെ പ്രവേശിക്കാനൊരുങ്ങുന്നു. മറുപടി കോടതിക്ക് മുൻപാകെ നൽകുന്ന കളക്ടറെ ഒരുപക്ഷെ കേസിൽ പ്രതി ചേർക്കാൻ കോടതി ആവശ്യപ്പെട്ടേക്കാം. ഹൈക്കോടതിക്ക് മുൻപിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇനി ഏത് കളിയും ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ള വമ്പൻ ശക്തികൾ കളിക്കും. എന്തുകൊണ്ടാണ് ആദ്യം കേസന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസറും പിന്നീട് വിശദമായ അന്വേഷണത്തിന് സർക്കാർ ഏർപ്പാട് ചെയ്ത അന്വേഷണ സംഘവും പ്രശാന്തിൻ്റെയും കളക്ടറെയും ഒന്നും മൊബൈൽ ഫോണുകൾ പരിശോധിക്കാത്തത്? എന്തുകൊണ്ട് ഇവരുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നില്ല? ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള തത്രപ്പാടാണ് അന്വേഷണ സംഘത്തിനുള്ളത് എന്ന് വ്യക്തം. അതിനിടയിലാണ് നിർണായകമായ ചില നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.